പ്രതീകാത്മക രൂപവുമായി പന്തം കൊളുത്തി പ്രതിഷേധം നടത്തി കീരമ്പാറ കൃഷ്ണപുരം നഗർ നിവാസികൾ. വീട്ടുമുറ്റത്തോളം കാട്ടാനകളെത്തിയ സാഹചര്യത്തിലായിരുന്നു പ്രതിഷേധം. കഴിഞ്ഞ ഒരു മാസമായി കീരമ്പാറ ഗ്രാമപഞ്ചായത്തിൽ രൂക്ഷമായ കാട്ടാന ശല്യം തുടരുകയാണെന്ന് ആരോപിച്ചാണ് CPM കീരമ്പാറ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചത്. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ കാട്ടാനകൾ ജനവാസ മേഖലയിൽ ഭീതി പരത്തുകയാണെന്നും 100ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന കീരമ്പാറ ഗ്രാമപഞ്ചായത്തിലെ 1-2 വാർഡുകളിൽ ആനകൾ സ്ഥിരമായി എത്തുന്നതായും പ്രതിഷേധക്കാർ പറഞ്ഞു. ജനവാസ മേഖലയിൽ നിന്നും കാട്ടാനകളെ തുരത്താൻ വനംവകുപ്പ് കാര്യക്ഷമമായി ഇടപെടുന്നില്ലെന്നും ആവർത്തിച്ചുണ്ടാകുന്ന ആക്രമണങ്ങൾക്കിടയിലും കോതമംഗലം MLAയുടെയും പഞ്ചായത്ത് ഭരണസമിതിയുടെയും ഇടപെടൽ തൃപ്തികരമല്ലെന്നുമാണ് CPMന്റെ പ്രധാന ആരോപണം. ആനശല്യം രൂക്ഷമായ കൃഷ്ണപുരം നഗറിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനത്തിൽ വീട്ടമ്മമാർ, കുട്ടികൾ, വയോജനങ്ങൾ ഉൾപ്പെടെ ഒട്ടേറെ ആളുകൾ പങ്കെടുത്തു. കാട്ടാനയുടെ പ്രതീകാത്മക രൂപവുമായിട്ടായിരുന്നു പന്തം കൊളുത്തി പ്രതിഷേധം നടത്തിയത്. പ്രകടനം പുന്നേക്കാട് കവലയിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് 14-ാം വാർഡ് മെമ്പർ ജിജോ ആന്റണി അധ്യക്ഷത വഹിച്ചു. മുൻ MLA ആന്റണി ജോൺ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇവിടെ വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾ കോതമംഗലത്തെ സംബന്ധിച്ച് കീരമ്പാറ ഉൾപ്പെടെ 5 പഞ്ചായത്തുകളിൽ കുട്ടമ്പുഴയിലും കവളങ്ങാടും നമ്മുടെ പിണ്ടിമനയിലും കോട്ടപ്പടി അടക്കം 5 പഞ്ചായത്തുകളിൽ ഏറെയും കുറഞ്ഞും ഈ പ്രശ്നം നിലനിൽക്കുകയാണ്. ഇവിടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യഥാർത്ഥത്തിൽ ഇപ്പോൾ അന്ന് വിമർശനം ഉന്നയിച്ച ആളുകൾ പലരും 972 വന്യജീവി സംരക്ഷണ നിയമത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അന്ന് ആ ഘട്ടത്തിൽ ഞങ്ങൾ പറയുമ്പോൾ അതല്ല, ഇതിനെല്ലാം പൂർണ്ണമായ ഉത്തരവാദിത്വം പിണറായി വിജയനും അന്നത്തെ വനമന്ത്രിക്കും അതോടൊപ്പം തന്നെ ഭരണകക്ഷിയുടെ ഭാഗമായിട്ടുള്ള MLAമാർക്കും മാത്രമാണെന്ന് പറഞ്ഞ് നിലപാട് സ്വീകരിച്ച ആളുകളാണ്. താൻ MLA ആയിരുന്ന 10 വർഷ കാലയളവിൽ കോതമംഗലം നിയോജകമണ്ഡലത്തിൽ വന്യജീവി ശല്യം കുറയ്ക്കുന്നതിനായി നടപ്പാക്കിയ വിവിധ പ്രവർത്തനങ്ങൾ ആന്റണി ജോൺ വിശദീകരിച്ചു. കൂടാതെ വന്യജീവി ശല്യത്തിന് പരിഹാരം കാണുമെന്ന് വാഗ്ദാനം ചെയ്ത് അധികാരത്തിലെത്തിയിട്ടും കോൺഗ്രസ് ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചില്ല എന്നും അദ്ദേഹം ആരോപിച്ചു. CPM കോതമംഗലം ഏരിയ കമ്മിറ്റി അംഗം സാബു വർഗീസ്, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ KO കുര്യാക്കോസ്, BC ചാക്കോ, EP രഘു, ജോമോൻ കുര്യൻ, മനിൽ തോമ്പറ, അൽഫോൺസ സാജു, മനു മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. CPM കീരമ്പാറ ലോക്കൽ സെക്രട്ടറി MS ശശി സ്വാഗതവും കൃഷ്ണപുരം ബ്രാഞ്ച് സെക്രട്ടറി അർജുൻ PS നന്ദിയും രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് KCB ന്യൂസ്.